ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 18-ാം തീയതി ഈ പ്രഭാതത്തിൽ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം, അവണ്ണം തന്നെ ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സംഖ്യാപുസ്തകം 17-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിന് ഒരു തലക്കെട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കുന്ന തളിർക്കുന്ന വടി എന്നാണ്. തളിർത്ത വടി അല്ലെങ്കിൽ തളിർക്കുന്ന വടി. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവത്തെ ആധാരമാക്കിയാണ് ഈ അധ്യായം സംസാരിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്ത് നിയമിച്ചാക്കിയ അധികാരത്തോട് ഇസ്രായേൽ ജനം മറുതിരിക്കുക എന്നുള്ളത് അവിടെ ഒരു ശൈലിയായി തീർന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്. മത്സരിക്കുക എന്നൊരു മത്സരികളെന്നാണ് അവരെ വിളിക്കുന്നത്. മത്സരികളെ, റിബല്യസ് പീപ്പിൾ, മത്സരികളെ. ഇസ്രായേൽ മക്കളെക്കുറിച്ച് അങ്ങനെ പറയണം. പല പ്രാവശ്യം പ്രവാചകന്മാർ പറഞ്ഞു മത്സരികളെ, മത്സരികളെ എന്ന്. അതെ, അവർ തൊട്ടതിനെല്ലാം മത്സരിക്കും. എത്ര പ്രാവശ്യം കല്ലെടുത്ത് മോശയെ കല്ലെറിയാനായിട്ട്, എത്ര പ്രാവശ്യം. അവർക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ജനമാണ് അവർ. അവരുടെ മുന്നിലുള്ള ചോദ്യം, ആരാണ് യഥാർത്ഥ നേതാവ്? ഹൂ ഈസ് ദ റിയൽ ലീഡർ? അതവർ ചോദിച്ചു. എന്താ ലേവ്യ ഗോത്രത്തിന് മാത്രം എന്നാ പ്രത്യേകത? അവരെ മാത്രം ഈ പൗരോഹിത്യം നൽകാൻ എന്താണെന്ന് 11 ഗോത്രങ്ങളും പറഞ്ഞു. ഞങ്ങൾക്ക് എന്നാ കുഴപ്പം? യഹൂദ ഗോത്രം പറഞ്ഞു, രൂബേൻ ഗോത്രം പറഞ്ഞു, ഗാദ് ഗോത്രം പറഞ്ഞു. ഞങ്ങൾക്ക് എന്നാ കുഴപ്പം? ലേവ്യ ഗോത്രത്തിൻ്റെ പ്രത്യേകത ഇത്ര എന്നവർ പറഞ്ഞു. അതൊരു വലിയ വെല്ലുവിളിയായി. കാരണം മോശെ അഹ്റോനും ലേവ്യ ഗോത്രത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ നേതൃത്വത്തെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് വളരെ വലിയ പ്രശ്നമുണ്ടായി. അങ്ങനെ അവർ വെല്ലുവിളിച്ചു. അപ്പോൾ ഈ വെല്ലുവിളിക്കുള്ള ഉത്തരം ദൈവമാണ് നൽകിയത്, മോശയല്ല നൽകിയത്. അത് ദൈവമാണ് നൽകിയത്. ദൈവം പറഞ്ഞു, ശരി, ആരെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യുക, 12 ഗോത്രക്കാരും അടുത്ത് വരട്ടെന്ന് പറഞ്ഞു. 12 ഗോത്രക്കാരും ബദാമിൻ്റെ ഓരോ കമ്പ് എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് ഇലയും കളഞ്ഞ് ചെത്തി ചീകി വൃത്തിയാക്കി നിങ്ങളുടെ ഗോത്രത്തിൻ്റെ പേരതിലെഴുതണം. ലേവ്യ ഗോത്രത്തിൻ്റെ വഴിയിൽ അഹ്റോൻ്റെ പേരെഴുതാൻ പറഞ്ഞു. ലേവ്യ ഗോത്രം ഒന്ന് എഴുതാം. എന്നിട്ട് ഈ കമ്പ് കൊണ്ടുവന്ന് സമാപന കൂടാരത്തിൽ വെച്ചേക്കും. പിറ്റേന്ന് വൈകിട്ടേക്ക് രാത്രി അതവിടെ ഇരിക്കട്ടെ. ഒരു രാത്രിയോട് എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാനില്ലല്ലോ. രാവിലെ വന്നിട്ട് നമുക്ക് ഈ വടിയെടുത്ത് നോക്കാം. ഈ വടികൾ, തോലെല്ലാം കളഞ്ഞ് ഇലയും കളഞ്ഞ് വെച്ച ഈ വടികൾ, അത് ഇലയും ഉണ്ടായി, പൂവുണ്ടായി, കായും ഉണ്ടായി. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്ന ഏത് ഗോത്രത്തിൻ്റെ വഴിയിലാണോ സംഭവിക്കുന്നത് അവനെ ഞാൻ തിരഞ്ഞെടുത്തു. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ ഇങ്ങനൊരു അത്ഭുതം. അപ്പോൾ ഇത് ഞാൻ ആർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. രാത്രിയിൽ ഞാൻ വേറെ ആരുടെയും കമ്പ് വെട്ടി ഓടിക്കൊണ്ട് വെക്കുകയില്ല. ഒരു രാത്രി കൊണ്ടൊന്നും കാര്യമായിട്ട് സംഭവിക്കില്ല. ദൈവം സ്വർഗത്തിൽ നിന്നൊരു അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ. അതുകൊണ്ട് ചെയ്യാം. അവർക്ക് വളരെ സന്തോഷമായി. ശരിയാകട്ടെ എന്ന് പറഞ്ഞു. അവർ ആ വെല്ലുവിളി സ്വീകരിച്ചു. അപ്പോൾ ആ വെല്ലുവിളിക്കുള്ളതായിരിക്കും ഉത്തരം ദൈവം നൽകി. എങ്ങനെയാണെന്നറിയാമോ? ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ ആ വടി അവിടെ വെച്ചിരുന്നു. രാവിലെ വന്നെടുത്തപ്പോൾ അഹ്റോൻ്റെ വടി മാത്രം അത് പൂത്ത് കായ്ച്ച് ബദാമോടുകൂടി അവിടെ ഇരിക്കുന്ന കേട്ടോ. എന്ത് രസമാണ്! പൂത്ത് തളിർത്ത് ബദാമോടുകൂടി അവിടെ. ഒരു രാത്രി കൊണ്ട് പൂത്ത് തളിർത്ത് ബദാം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തെ മാത്രമേ ഉണ്ടായെന്നുള്ളതാണ്. ആർക്കെതിരെയാണോ വെല്ലുവിളി നടത്തിയത് അവരെ ദൈവം തിരഞ്ഞെടുത്തോ? ദൈവം പറഞ്ഞു, ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു. ദൈവം തിരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്കായി നിയമിച്ചവൻ്റെ വടി മാത്രമേ തളിർക്കുകയുള്ളൂ കേട്ടോ. അല്ലാത്തവൻ്റെ വടി തളിർക്കുകയില്ല. ഇന്നിപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വടി തളിർക്കുമെന്ന് ചോദിച്ചാൽ, വടി എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണമാണ്. അവർ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും വടിയുണ്ട്. ഞാൻ വടിയോടുകൂടി, യാക്കോബ് പറഞ്ഞാൽ ഞാൻ ഒരു വടിയോടുകൂടി മാത്രമാണ് ഈ കട നടന്നത്. മോശയോട് പറഞ്ഞപ്പോഴും നിൻ്റെ വടി കയ്യിലെടുക്കാൻ പറഞ്ഞു. ആ പാടിനെ തീറ്റി നടന്നതായിരിക്കുന്ന കാലത്തെല്ലാം ഉള്ള ഒരു കമ്പ്, എന്ത് കമ്പാണെന്നറിയില്ല, മുളം കമ്പോ എന്തെങ്കിലും ഒരു കമ്പാണ്. ആ കമ്പും കൊണ്ടാണ് ആ വടിയോട് എടുത്തോളാൻ പറഞ്ഞു. വടി വളരെ അധികാരത്തിൻ്റെ ഒരു ചിഹ്നമാണ്. അപ്പോൾ ഒരുത്തൻ്റെ വടി തളിർക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ശുശ്രൂഷ തളിർക്കുക, അവൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുക, ദൈവം അവന് കൊടുത്തതായ അധികാരത്തെ അംഗീകരിക്കുക, സ്ഥാനത്തെ അംഗീകരിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അവർ അഹ്റോൻ്റെയും മോശയുടെയും സ്ഥാനത്തെയാണ് ചോദ്യം ചെയ്തത്. ഇവരാരാണ്? ഇവർക്ക് എന്നാ പ്രത്യേകത എന്നാണ്? ഈ ലേവ്യ ഗോത്രത്തിന് എന്നാ പ്രത്യേകത? ദൈവം അതിന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്കായി നിയമിച്ചവൻ്റെ വടി മാത്രമേ തളർത്തുള്ളൂ. നാം എത്ര വിചാരിച്ചാലും എത്ര മത്സരിച്ചാലും ഞാൻ പറയാം, തളിർപ്പിക്കുവാനും പുഷ്പിക്കുവാനും ഫലം ഉണ്ടാക്കുവാനും ദൈവത്തിനെ കഴിയും. നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് വടി ചെത്തിയെടുത്ത് വലിയ വടി കൊണ്ടുവെക്കാം, ചെറിയ വടി കൊണ്ടുവെക്കാം, ഒക്കെ നമ്മുടെ പേരൊക്കെ സ്വർണ്ണ ലിപിയിലൊക്കെ എഴുതിയൊക്കെ വെക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. 2 റിബണും വേണമെങ്കിൽ കെട്ടി വെക്കാം. പക്ഷേ ആ വടിയെ ഒന്ന് തളിർപ്പിക്കുവാനും പൂപ്പിക്കാനും കഴിയുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ്റെ ശുശ്രൂഷ എങ്ങനെയാണ്? ഒത്തിരി പ്രസംഗിക്കാം, ദീർഘമായി പ്രസംഗിക്കാം, ആൾക്കൂട്ടം ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ദൈവം അംഗീകരിച്ച ഒരു ശുശ്രൂഷക്കാരനാണ്, ഒരു പ്രസംഗിയാണ്, ഒരു ഉപദേഷ്ടാവാണ്, ഒരു മൂപ്പനാണ്,
ഒരു മിഷണറിയാണ്, ഒരു പ്രവാചകനാണ്, ഞാൻ അംഗീകരിച്ച ഒരു മനുഷ്യനാണ്, എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചവനാണ് എന്ന് ദൈവത്തിന് മാത്രമേ അവനെ പുഷ്പിച്ച് കാണിച്ച് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കൂ, അല്ലാതെ സാധിക്കുകയില്ല. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെ, ഏത് കാലത്തും അങ്ങനെയാണ്. അനേകായിരം പ്രസംഗങ്ങളുണ്ടെങ്കിലും അവരുടെ ഇടയിൽ ദൈവം തിരഞ്ഞെടുത്തതായിരിക്കില്ല പ്രസംഗങ്ങളുണ്ട്. അനേകായിരം മൂപ്പന്മാർ കാണും, പക്ഷേ അവർക്കിടയിൽ ദൈവം തിരഞ്ഞെടുത്ത ചില മൂപ്പന്മാരുണ്ട്. അനേക സുവിശേഷകന്മാരുണ്ട്, അവർക്കിടയിൽ പക്ഷേ ദൈവം തിരഞ്ഞെടുത്ത ഒരു സുവിശേഷം കാണും. എൻ്റെ പ്രിയമുള്ളവരെ, അവരുടെ ശുശ്രൂഷ നോക്കുമ്പോൾ, അവരുടെ ജീവിതത്തെ നോക്കുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും കാണുവാനായിട്ട് കഴിയും. ദൈവം തിരഞ്ഞെടുത്തവനെ സംബന്ധിച്ച് പറയാനായിട്ട് കഴിയുമ്പോൾ ഹീസ് എ ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ് എന്ന് ഞാൻ പറയും. വലിയ ദൈവമനുഷ്യനാണെന്ന് പറയും. ഒരു ദൈവമനുഷ്യനായി തീരുക എന്നുള്ളതാണ്. മോശ ഒരു ദൈവമനുഷ്യനായിരുന്നു മോശ. അഹരോനും അങ്ങനെ തന്നെയായിരുന്നു, യോശുവ അങ്ങനെ തന്നെയായിരുന്നു. അവരൊക്കെ മാൻ ഓഫ് ഗോഡ്, ദൈവമനുഷ്യരായിരുന്നു അവരൊക്കെ. ഏലിയാവ് അങ്ങനെയായിരുന്നു. അതെ, അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ദാനിയേൽ അങ്ങനെയായിരുന്നു, അബ്രഹാം അങ്ങനെയായിരുന്നു. അവരൊക്കെ ദൈവമനുഷ്യരായിരുന്നു. അവരെയൊക്കെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവരായിരിക്കുന്ന ആളുകളാണ്. വേറെ ചിലർക്ക് അനുഗ്രഹങ്ങൾ അഭിനയിക്കുവാനായിട്ട് കഴിയും. നമുക്ക് അങ്ങനെ അഭിനയിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന ലേവ്യാഗോത്രം, ആ ഗോത്രത്തിലെ മഹാപുരോഹിതനായി തിരഞ്ഞെടുത്തതായിരിക്കുന്ന അഹരോൻ, അവൻ്റെ വടി തളർത്ത് പൂത്ത് കായുണ്ടായി, ബദാമുണ്ടായി, മറ്റുള്ളവരുടെ ഇതൊക്കെ ഉണങ്ങിയിരുന്നു. ഒരു രാത്രിയോടെ എത്രത്തോളം വെള്ളം പറ്റാമോ അത്രയും വെള്ളം പറ്റിയിരുന്നു. പിറ്റേ ദിവസം രാവിലെ എടുത്തപ്പം തലേദിവസം വെച്ചപ്പോഴത്തേക്കാ ഒന്നുകൂടെ ഒരു ഉണക്കൽ, ഒന്ന് വാടി അങ്ങനെ ഇരിക്കും. അത് വാടി പോവുകയുള്ളൂ. അപ്പോൾ നാം ഈ സത്യം നാം മനസ്സിലാക്കണം. നാം മറ്റുള്ളവരോട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മറ്റുള്ളവരുടെ ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കുന്നത് കണ്ടിട്ട് നാം അസൂയപ്പെടരുത്. അവരെ ഒരു പക്ഷേ ദൈവം തിരഞ്ഞെടുത്തവരായിരിക്കും. ദൈവം തിരഞ്ഞെടുക്കാത്തവരാണെങ്കിൽ അല്പനേരം പുഷ്പിച്ചാലും ആ പൂ വാടി ഉതിർന്നു പോകും. വാടി ഉതിർന്ന് അത് ബദാമാവില്ല. പൂത്ത് പരാഗണം നടന്ന് അത് ബദാമായി മാറണമെങ്കിൽ ദൈവം അംഗീകരിച്ചവൻ്റെ മാത്രമേ ഉള്ളൂ. ഇന്നും അനേക വടികളൊക്കെ ഉണ്ട്, അവർ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, നമുക്കില്ല. അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തവർക്കെതിരെ നമ്മൾ മത്സരിക്കുന്ന കാര്യത്തിൽ അല്പം സൂക്ഷിക്കണം. ഒരുപക്ഷെ ദൈവം തിരഞ്ഞെടുത്തവൻ അല്ലെങ്കിൽ നമ്മൾ മത്സരിക്കരുത്. നമ്മളത്ര പറഞ്ഞാൽ മതി, ഈ ആളെ ഞാൻ മത്സരിക്കുകയില്ല. ദൈവം ഇന്നത്തെ ഈ ജനത്തിൻ്റെ നേതാവായിട്ട് അദ്ദേഹം ഇരിക്കുന്നു. ദൈവം അദ്ദേഹത്തെ ആ സ്ഥാനത്താക്കി വെച്ചിട്ടാണോ അദ്ദേഹം തന്നെ വന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ ഒബേ യുവർ ലീഡേഴ്സ്, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അനുസരിക്കും. ദൈവം ആക്കി വെച്ച ആളല്ലെങ്കിൽ അദ്ദേഹം കൊഴിഞ്ഞു പോകുന്നത് കാണാം. എൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം പൂക്കുകയുമില്ല, പൂത്താൽ ആ പൂ നിൽക്കുകയുമില്ല, അത് ബദാം പിടിക്കുകയുമില്ല, അത് കൊഴിഞ്ഞു തന്നെ പോകും. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തതാണെങ്കിൽ ഞാൻ എത്ര ചാടിയാലും എനിക്കൊന്നും ചെയ്യാനാണ്. ഞാൻ വെറുതെ കല്ല് നേരെ ഉതയ്ക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ദൈവം തിരഞ്ഞെടുത്തവരെ അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്തിനാ അവർക്ക് വേണ്ടി അവരോട് നാം അസൂയപ്പെടുന്നത്, അവർക്കെതിരെ നാം മത്സരിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് ദോഷമല്ലേ ഉണ്ടാവൂ. മത്സരം ആഭിചാരം പോലെ ദോഷകരമാണ്. ദൈവം ഏറ്റവും വെറുക്കുന്നതാണ്. വിച്ച് ക്രാഫ്റ്റ് പോലെയാണ് മത്സരം എന്ന് പറയുന്നത്. ദൈവം ആക്കി വെച്ചതായിരിക്കുന്ന ദൈവത്തിൻ്റെ നേതൃത്വത്തിനെതിരെ ഒരു വാക്കുപോലും പറയാതിരിക്കാനായിട്ട് നാം ശ്രമിക്കേണ്ടത് എപ്പോഴും ആവശ്യമാണ്. ശലോമോൻ അതേക്കുറിച്ചൊക്കെ പറഞ്ഞ രാജാക്കന്മാർക്കെതിരെ നിങ്ങളുടെ അരമനയുടെ അറയിൽ പോലും വെച്ച് പറയല്ലേ, ഒരു പക്ഷിയെങ്കിലും അത് കൊണ്ടുപോയി രാജാവിൻ്റെ കൈ കൊടുത്താൽ നിങ്ങൾക്ക് അനർത്ഥം വരുമെന്നാണ്. അങ്ങനെ ചിന്തിക്കുക പോലും വരുന്നത്. പണ്ടുകാലത്ത് അങ്ങനെ പറയുമായിരുന്നു, അരജനേക്കെടുത്തൊന്നും പറഞ്ഞിടല്ല, രാജാവിനെതിരെ ഒന്നും വാക്കും പറയരുത് എന്ന് പറഞ്ഞാൽ ദൈവം ആക്കി വെച്ചതായിരിക്കുന്ന നേതൃത്വം നല്ലതല്ലെങ്കിൽ ദൈവം തന്നെ മാറ്റിക്കൊള്ളൂ. അങ്ങനെയാണ്. ഒരു നേതൃത്വം ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിനെ പെരുമാറുന്നെങ്കിൽ ദൈവം അവന് മാനസാന്തരപ്പെടാനും തെറ്റിദ്ധരുത്താനുള്ള സമയം കൊടുക്കും. അതുകൊണ്ടും അവൻ ചെയ്യുന്നില്ലെങ്കിൽ അവനെ ദൈവം മാറ്റി വേറെ ആളെ ഇവിടെ കൊണ്ടുവരും. ദൈവം അങ്ങനെ ചരിത്രത്തിൽ എത്രയോ നേതാക്കന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തവർ ഇല്ലെങ്കിൽ ദൈവം അവരെ മാറ്റും. ഇന്നും അങ്ങനെ തന്നെയാണ്. സഭയുടെ തലത്തിലായാലും ഈ സമൂഹത്തിൻ്റെ തലത്തിലായാലും രാഷ്ട്രത്തിൻ്റെ തലത്തിലായാലും നേതാക്കന്മാർക്കെതിരെ മത്സരിക്കുന്നൊരു സ്വഭാവം നമുക്ക് വരരുത്. അതിനു പകരം അവരെ കൊണ്ട് പ്രാർത്ഥിക്കുകയും അവരെ അനുസരിക്കുകയും വേണം. എന്നാൽ അവരുടെ ഭരണമോ അവരുടെ അധികാരമോ അവർ ദുർവിനിയോഗം ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം, കർത്താവേ, അദ്ദേഹം ഒരു കഴുതയല്ല 100 കണക്കിന് കഴുതകളെ സ്വന്തമാക്കുന്ന ഒരാളാണ്, അതുപോലെ ഒരാളെയല്ല 1000 ആളുകളെ ഉപദ്രവിക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. നീറോ ചക്രവർത്തി അങ്ങനെ ഉപദ്രവിച്ച ഒരാളാണ്. നമുക്കറിയാം നീറോയുടെ അന്ത്യം എന്തായിരുന്നു. അതുപോലെയുള്ള അനേക റോമൻ ചക്രവർത്തിമാർ, വേറെ ചക്രവർത്തിമാർ, അവരുടെയൊക്കെ അന്ത്യം വളരെ സങ്കടകരമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മോശ ചോദിച്ചതുപോലെ ഞാനൊരു കഴുതക്കുട്ടിയോ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഉപദ്രവിച്ചതായിട്ട് നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാമോ? ഞാൻ ഇന്നാരെ ഉപദ്രവിച്ചില്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അതുപോലെ അഹരോന് പറയാനായിട്ട് കഴിയും, എൻ്റെ വടി ദൈവം തളർപ്പിച്ച വടിയാണ്. ഈ സ്ഥാനം ഞാൻ ആഗ്രഹിച്ചതല്ല, ദൈവം എനിക്ക് തന്നതാണ്. അതുകൊണ്ട് ദൈവം തന്നതായിരിക്കുന്ന ശുശ്രൂഷ
നമുക്ക് സത്യസന്ധമായി ചെയ്യാം. നമ്മുടെ വടിയെ ദൈവം തളർപ്പിക്കും. ദൈവം തളർപ്പിക്കാൻ നമ്മുടെ വടി തളരുകയുമില്ല. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.